ചെയ്യുന്നവൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് നീ റിയലൈസ് ചെയ്യണം. ദൈവവുമായും നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? അതാണ് മോസസ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഞങ്ങളിൽ സംപ്രീതനാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങ് സംപ്രീതനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ, അങ്ങയുടെ വാക്ക് ഞങ്ങൾ പാലിക്കുമ്പോൾ, അങ്ങയുടെ വചനം ഞങ്ങൾ പാലിച്ച് അങ്ങയ്ക്ക് സാക്ഷിയായി ജീവിക്കുമ്പോൾ ആണ് ഉടമ്പടിയാകണത്. അങ്ങനെ വരുമ്പോഴാണ് അങ്ങ് ഞങ്ങൾ സംപ്രീതനാകണത്. അപ്പോൾ ദൈവത്തിൻ്റെ സംപ്രീതിയുടെ ഇഫക്റ്റ് എന്താ? ദൈവം തന്നെയാണ്, നോട്ട് ദ ബ്ലെസ്സിങ്സ്, ദ ഗോഡ് ഹിംസെൽഫ്. എൻ്റെ മക്കളെ തിരിച്ചറിയണം. ദൈവത്തിന് ചിലപ്പോൾ സമയത്ത് ഡൈക്കോട്ടമി ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ദൈവത്തെക്കാൾ പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? നിൻ്റെ രോഗശാന്തി ആയാലും, നിൻ്റെ IELTS വിജയമായാലും, വസ്തു വിൽപ്പനയായാലും അത് നിൻ്റെ ദൈവത്തെക്കാൾ എത്രയോ ചെറുതാണ്. നിൻ്റെ ദൈവമാണ് നിൻ്റെ ആവശ്യത്തെക്കാൾ വലുത്. ഒന്ന് പറഞ്ഞ്, എൻ്റെ ദൈവമാണ് എൻ്റെ ആവശ്യത്തെക്കാൾ വലുത്. ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. അതാണ് മോസസ് പറയണത്. 33:16 പുറപ്പാടിൻ്റെ പുസ്തകം. അങ്ങ് ഞങ്ങളിൽ സംപ്രീതനാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരണം. അങ്ങ് ഞങ്ങളുടെ കൂടെ പോന്നാൽ ഞങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൽ നിന്ന് ലഭിക്കണതും തണ്ടി രണ്ട് കാര്യമല്ലേ? കറക്റ്റ്, ക്ലിയർ അല്ലേ? ഇവിടുത്തെ വിഷയം എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. അതായത് പെട്ടെന്ന് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളാണ്. ഫിസിക്കൽ ഫേവേഴ്സ്, ബ്ലെസ്സിങ്സ്. ക്ലിയർ. പ്രാർത്ഥന താമസിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അപ്പോഴപ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ലെന്നല്ല. നിങ്ങളെ പ്രാർത്ഥന റിസൾട്ടിനെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടിയുള്ള നിശ്ചിതമായൊരു സമീപനം ഉണ്ടാകണം. 2 മക്കളെ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. ലുക്കായുടെ സുവിശേഷത്തിൽ ആരൊക്കെയാണത്? ധൂർത്തപുത്രനും അതുപോലെ തന്നെ അവൻ്റെ മൂത്ത സഹോദരനും. ഈ 2 പേരും ശരിക്കും 2 തരത്തിൽ ദൈവാനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ്, ഇല്ലേ? ആ ധൂർത്തപുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഇളയ മകൻ, നമുക്ക് ഇളയ മകനെന്ന് വിളിച്ചാൽ മതി. ധൂർത്തനെന്ന് പറയണത് അവൻ്റെ കയ്യിൽ വന്ന ഒരു അബദ്ധം. അതിൻ്റെ പേരിൽ അവനെ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇളയ മകനും മൂത്ത മകനും. ഇപ്പം ഇളയ മകൻ കർത്താവിനോട് ചോദിച്ചു, എനിക്ക് തരാനുള്ള ഓഹരി ഇങ്ങ് തന്നേക്കുക. കാര്യം നമ്മളെ ജനിപ്പിച്ചപ്പോൾ തന്നെ ദൈവം നമ്മൾ ഓഹരി വെച്ചാണ് ജനിപ്പിച്ചിരിക്കുന്നത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞ് ഭൗതികമായ അനുഗ്രഹങ്ങളും ഭൗതിക സാഹചര്യത്തിൻ്റെ വെല്ലുവിളിയെ ബുദ്ധി കൊണ്ട് അതിജീവിക്കാനുള്ള ദൈക്ഷണിക ശക്തിയും കൊടുത്താണ് നമ്മളെ ജനിപ്പിച്ചത്. ലുക്ക 1 ഉൽപ്പത്തി പുസ്തകം 1:28 അനുസരിച്ച് കൊണ്ട്. അതാണ് ജനിതകമായ ഓഹരി എന്ന് പറയണത്, ദൈവത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞ്, എനിക്ക് തരാനുള്ള ഫിസിക്കൽ ഫേവേഴ്സ് വാട്ടർ പ്ലീസ് ഗിവ് മീ എന്ന് പറഞ്ഞു. എനിക്ക് തരാനുള്ള ഓഹരി ഇങ്ങ് തന്നേക്കുക. അപ്പം ആ പിതാവ് ഒന്നും പിടിച്ചു വെക്കത്തില്ല. അനുഗ്രഹങ്ങൾ നിൻ്റെ ദൈവം പിടിച്ചു വെക്കത്തില്ല. ഇമ്മീഡിയറ്റ്ലി എന്ന
എനിക്ക് തോന്നുവേ ഈ ലൂക്കാൻ്റെ സുവിശേഷം മർക്കോസാണ് എഴുതിയിരുന്നെങ്കിൽ മർക്കോസ് പെട്ടെന്ന് പറയണം ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദ ഫാദർ ഗേവ് ദ അവരുടെ പങ്ക് കൊടുത്തേനെ വന്ന്. ഇമ്മീഡിയറ്റ്ലി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് എപ്പോഴും മർക്കോസിൻ്റെ ഒരു സ്റ്റൈലാണ്. കർത്താവുമായിട്ട് ഇടപെടുന്ന എല്ലാത്തിനും മർക്കോസ് പറയും ആൻഡ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ എന്ന്. എനിക്ക് പറഞ്ഞാൽ ലുക്കാനും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കാര്യത്തിൽ. ഉടനെ പിതാവ് അവൻ്റെ ഓഹരി അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? ഇളയ മകന് കൊടുത്തു. പിന്നെ ഉള്ള സംഭവങ്ങൾ നമുക്കറിയാം. അവനത് ഉപയോഗിക്കുന്ന അവനൊരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അത് മാനേജ് ചെയ്യുന്നതിൽ ബുദ്ധിപരമായിട്ടുള്ള ചില വീഴ്ചകൾ അവന് വന്നു. കാര്യം ബൈബിളിൽ എപ്പോഴും ഒരു വിഷയമുണ്ടേ, അവനൊരു പ്രാർത്ഥിക്കാത്ത ആളായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആര്? ഇളയ മകൻ. കിട്ടാനുള്ള കിട്ടിയെങ്കിലും അനുഭവിക്കാൻ യോഗമില്ലാണ്ട് പോയതിൻ്റെ കാരണം അവന് മിസ്മാനേജ്മെൻ്റ് ഉണ്ടായി. അവൻ കൈകാര്യം ചെയ്ത് ആ സമ്പത്ത് കൈകാര്യം ചെയ്തതിലൊക്കെ ബുദ്ധിപരമായ എന്തോ പാളിച്ചകൾ വന്ന കാരണം ഈ ഭൗതിക വസ്തുക്കളാണെങ്കിലുമേ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. ജോബും സാത്താനും ദൈവവും തമ്മിൽ ജോബിനെ അടിസ്ഥാനപ്പെടുത്തി തർക്കിക്കുമ്പോൾ സാത്താൻ ജോബിനെക്കുറിച്ച് എന്താ നിരീക്ഷിച്ചത്? ജോബ് 1:10 ദൈവമായ കർത്താവേ, നീ അവൻ്റെ സമ്പത്തിൻ്റെ മേൽ അവന് നിനക്ക് നീ വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴേ ഈ 2 മക്കളുണ്ട്, മൂത്ത മകനുമുണ്ട് ഇളയ മകനുമുണ്ട്. ഇളയ മകന് സമ്പത്തിൻ്റെ മേൽ ദൈവം വേലി കെട്ടിയില്ലെന്നല്ല, അവൻ കെട്ടിച്ചില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അവൻ്റെ കുഴപ്പമില്ല. മൂത്ത മകൻ്റെ വേലി നല്ല ഭദ്രമാണ്, അത് കെട്ടി. ഇളയ മകൻ എന്ത് ചെയ്ത്? അവൻ്റെ ചിന്താ പദ്ധതികൾക്ക് സംരക്ഷണമില്ലാതിരുന്ന കാരണം അപ്പോഴപ്പോൾ വന്ന വിഷയങ്ങൾക്ക് വേണ്ടി പണം മുടക്കി അത് ദൂർത്തായിപ്പോയി. കാശെല്ലാം പോയി, കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് അവന് സുബോധം ഉണ്ടായതും തിരിച്ചു വന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. കാര്യം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞേ, ഇടത്തടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിലെ കാത്തുകൊള്ളും. ഇല്ലേ? ഫിലിപ്പിയർ 4:6. ഈ ഫിലിപ്പിയർ 4:6 ഇളയ മകൻ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ആ കുഴപ്പം മുഴുവൻ സംഭവിച്ചത്. അവൻ്റെ സമ്പത്ത് ദൂർത്തടിച്ച് പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ കാര്യം? അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളുടെ വേലിക്കെട്ടില്ലാണ്ട് പോയി. അപ്പോഴപ്പോൾ ഹൃദയത്തിൻ്റെ ചോദന അനുസരിച്ച് കൊണ്ട് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും അതനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ, അതനുസരിച്ചുള്ള പദ്ധതികൾ, കച്ചവടങ്ങളൊക്കെ വന്ന് അതൊക്കെ പൊട്ടിപ്പോയി, കാശെല്ലാം പോയി. വേശ്യകളുടെ കൂടെ ദൂർത്തടിച്ചാൽ ഇല്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. അതൊരു ആരോപണമാണ്. ആരുടെ? മൂത്ത ചേട്ടായിയുടെ ഒരു ആരോപണമാണ്. ഇളയവൻ അതൊക്കെ ചെയ്താൽ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. അവൻ നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ അവനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടായി ഉണ്ടാക്കിയ ചില ആരോപണങ്ങളാണത്. അവൻ വേശ്യകളുടെ കൂടെ അത് ദൂർത്തടിച്ചെന്നൊക്കെ പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല. അത് കർത്താവ് അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനമായിട്ടല്ല പറയണത്. മൂത്ത ചേട്ടായി അവൻ്റെ മേലുള്ള ഒരു ആരോപണം നടത്തിയതാണ്. ഇങ്ങനെ നമുക്ക് ഇല്ലാണ്ടൊക്കെ വരുമ്പോൾ കുറേ ആരോപണമൊക്കെ ഉണ്ടാവും. അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട. പക്ഷെ മിസ്മാനേജ്മെൻറ്റ് എവിടെയോ കാര്യമായി വന്നിട്ടുണ്ട്. സമ്പത്ത് ദൂർത്തടിച്ച്. എന്തുകൊണ്ടാണ് സമ്പത്ത് മിസ്മാനേജ്മെൻറ്റ് വന്നത്? കാര്യം വരാതിരിക്കാനാണ് ഫിലിപ്പിയർ 4:6 പറയണത്. എന്താണ്? സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. അപ്പം സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാമല്ലോ. ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നവന് ദൈവാനുഗ്രഹം ഒരു കൃപയാണ്. ഈ സന്തോഷം എന്ന് പറഞ്ഞാലും ചില ആൾക്കാർ സന്തോഷിക്കണില്ലല്ലോ. അവരിപ്പോൾ മാരുതി വിറ്റിട്ട് ഇപ്പോൾ വേറെ
വണ്ടി മേടിക്കാൻ പോകുകയില്ല, അവർക്ക് സന്തോഷമില്ല. എന്താ കാര്യം? അളിയന് ബ്രാൻഡ് മാറിയത് കാരണം അവർക്ക് നെഞ്ചുവേദന, സന്തോഷം ഇരിക്കണില്ല. ബൈബിൾ എന്താ പറയണത്? സന്തോഷം എന്നൊക്കെ പറയണത് നീ ഓരോ സന്തോഷത്തിൻ്റെ കാര്യപരിപാടികൾ ആര് നിശ്ചയിക്കും? നിങ്ങൾ നിശ്ചയിക്കും. നിങ്ങൾ നിശ്ചയിക്കത്തില്ല. ആരാ നിശ്ചയിക്കണത്? കണ്ണ് നിശ്ചയിക്കും. കണ്ണാണ് ഈ സന്തോഷം നിശ്ചയിക്കണതേ. അതാണ് ഈ പ്രശ്നം വരണത്. എന്താ? കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. സന്തോഷം നിശ്ചയിക്കണത് ആരാ? ആ അഹന്തയാണ് നിശ്ചയിക്കണത്. അതുകൊണ്ടാണ് ഈ സഭാപ്രസംഗമൊക്കെ പറയണത്. എന്നാ പറയണത്? 7:29 ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. എന്താ കാര്യം? സന്തോഷം നിശ്ചയിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് വിട്ടുകൊടുത്തതുകൊണ്ടാണ് കുഴപ്പമായിപ്പോയത്. 1 യോഹന്നാൻ 2:16-17 എന്താണ്? കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ഇതൊന്നും പിതാവിൻ്റെതല്ല, പിന്നെ ആരുടേതാണ്? ലോകത്തിൻ്റേതാണ്. അപ്പം ലോകത്തിൻ്റെ ആശകൾക്ക് ദൈവഹിതത്തേക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോൾ സന്തോഷത്തിൻ്റെ പ്രയോറിറ്റി മാറിപ്പോയി. അപ്പം പുതിയ സന്തോഷത്തിന് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നു. അതാണ് ധൂർത്തപുത്രൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ഒരു കാരണം. ധൂർത്തപുത്രൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ഒരു കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം ഞാൻ എൻ്റെ മുറിയിലിരുന്നുകൊണ്ട് പരിശോധിക്കുകയായിരുന്നു കുമളിയിൽ. അടുത്ത മാസത്തേക്ക് പദ്ധതിയിലേക്ക് വരാൻ വേണ്ടിയുള്ള സാക്ഷ്യങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഒരു കുമളിയിലൊരു സാക്ഷ്യം വന്ന് എന്നാ 8 മാസമായി കുടുംബ പ്രാർത്ഥന നടന്നിട്ട് ഉടമ്പടി എടുത്തപ്പോഴേ ഇപ്പോഴേ ഇന്ന് വരെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ലെന്ന് കൈയിട്ടിച്ച് കിടത്താണ്. അതാണ് ബ്രിട്ടാസച്ചൻ അത് കേട്ടിട്ട് പറഞ്ഞാണോ ഇല്ലെന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു കേരള സഭയ്ക്ക് കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഉടമ്പടി തിരിച്ചു കൊണ്ടുവന്നു. അമ്മ തിരിച്ചു കൊണ്ടുവന്നു. കൈയടിച്ച് കിടത്താണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, കുടുംബ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. കുടുംബ പ്രാർത്ഥന നിലച്ചുപോയ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബ പ്രാർത്ഥന സമയബന്ധിതമായി ചെല്ലാൻ പറ്റാത്ത അവസ്ഥകളുള്ള കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. കേരള അവൻ്റെ സന്തോഷങ്ങളുടെ പ്രയോറിറ്റി മുൻഗണനകൾ നിശ്ചയിച്ചത് ഇന്ദ്രിയങ്ങളായിപ്പോയി. ഇന്ദ്രിയങ്ങൾ സന്തോഷത്തിൻ്റെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പം എന്നാ? പ്രൊട്ടക്ഷൻ പോവും, സംരക്ഷണം പോവും. 2 സംരക്ഷണം വേണമെന്നല്ലേ പറഞ്ഞത്? എന്തിനൊക്കെയാണ്? ഹൃദയത്തിന് സംരക്ഷണം വേണം, പിന്നെ ബുദ്ധിക്കും സംരക്ഷണം വേണം. അതാണ് ഫിലിപ്പിയർ 4:6 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത. അപ്പം നിരാശപ്പെടരുതെന്നർത്ഥം. കാര്യങ്ങളൊക്കെ മോശമായിട്ട് സംഭവിച്ചാലും എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ഇപ്പം പെന്തക്കോസ്ത വരാൻ പോകുകയില്ലേ? ഇല്ലേ? അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു മിനിമം മിഷൻ എന്താ? എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ നമ്മളെ ഒരുക്കുക. ഇപ്പം എന്ത് സംഭവിച്ചാലും കൃതജ്ഞത, നല്ല വിശ്വാസിയാണെങ്കിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കും. ഇപ്പം തോറ്റാലും IELTS ഒരു വിഷയം പോയി, അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിൽ പരാജയപ്പെട്ടെങ്കിലും നിരാശപ്പെടത്തില്ല. ദൈവപൈതലാണ് നീയെങ്കിൽ നിരാശപ്പെടത്തില്ല. എന്താ കാര്യം? പരീക്ഷ മാത്രമേ തോറ്റുള്ളൂ. എന്നെ ജയിപ്പിക്കുന്ന ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് കർത്താവിൻ്റെ വചനം പറയണത് നിന്റെ സന്തോഷങ്ങളെ ലോകം നിശ്ചയിക്കുമ്പോഴാണ് എപ്പോഴും നിനക്ക് സാമ്പത്തിക തകർച്ച വരണതും ദൈവം കെട്ടിയിരിക്കുന്ന വെയിൽ പൊളിഞ്ഞു പോണതും. ലോകമെന്ന് പറഞ്ഞാൽ എന്താ? 1 യോഹന്നാൻ്റെ 2:16-17 കണ്ണിൻ്റെ ദുരാശ പറഞ്ഞേ.
ശരീരത്തിൻ്റെ ദുരാശ, ശരീരത്തിന്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ജീവിതത്തിന്റെ അകന്ത. ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് അറിയാവോ? ഇപ്പം നിനക്കിപ്പോൾ ഒരു ഷോപ്പുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പെന്ന് വിചാരിച്ചോ, ഇല്ലേ? അപ്പോൾ നീ മർച്ചൻ്റ് അസോസിയേഷനിൽ ചെന്ന് അവിടെ സ്റ്റാഫ് മീറ്റിങ്ങിന് പങ്കെടുത്തപ്പോൾ അവിടെയുള്ള കച്ചവടക്കാരെല്ലാം വന്നിട്ടുണ്ട്. മർച്ചൻ്റ് അസോസിയേഷൻ്റെ കച്ചവടക്കാരെല്ലാം മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കോഴഞ്ചേരി ഷോപ്പുണ്ട്, കോലഞ്ചേരി ഷോപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ, കോട്ടയത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ നീ പറയും എനിക്ക് ആലപ്പുഴ മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പോൾ എന്നാ ഒരു കുഴപ്പം തോന്നും അല്ലേ? കാര്യം 3 ഷോപ്പ് 30 ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരിരിക്കുമ്പോൾ അവിടെ പോയി നമ്മൾ ഒരു ഷോപ്പ് കാരണം ഇരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എറണാകുളത്ത് കൂടി ഒരു ഷോപ്പ് ഉണ്ടാക്കാം. എന്താ കാര്യം? ഇവന്മാരുടെ കൂടെ പിടിച്ചിരിക്കണ്ടേ? അതാണ് ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയണത്. ഇതെന്നാ സംഭവം? നമ്മൾ ഇപ്പോൾ ബാങ്കുകാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വഴിയെ പോയാൽ മതി, വിളിച്ചിട്ട് വേണം തരും. അത് കഴിഞ്ഞ് പിന്നെ കിഡ്നി അടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ലക്ഷക്കണക്കിന് രൂപ തരും, 80 ലക്ഷം 50 ലക്ഷമൊക്കെ തരും, നമുക്കൊരു കുഴപ്പമില്ല. പിന്നെയാണ് പലിശയും പിഴപ്പലിശയും പലിശക്ക് പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി കിഡ്നി കരൾ എല്ലാം അവനടിച്ചു മാറ്റും മൊത്തം. കാര്യം നമ്മൾ അവർക്ക് എപ്പോഴും കടമെടുക്കണവൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതാണ് ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയണത്. അത് എവിടുന്ന് വരുന്നു? സുഖലോലുപത, മധ്യാസക്തി, ജീവിത വ്യഗ്രതകളിൽ നിന്നാണ് അഹന്ത വരണത്. അപ്പോൾ ശരിക്കും അത് എവിടുന്നാണ് വരണത്? ലുക്ക 21:34 നിന്ന് തുടങ്ങിയിട്ട് 1 യോഹന്നാൻ 2:17 വരുമ്പോഴെന്താ പറയണത്? കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതിനുള്ള കുഴപ്പം, പിതാവിന് ഈ വിഷയത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇത് പിതാവിൻ്റെതല്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ കസേരക്കയറി നിങ്ങൾ ഇരിക്കത്തില്ല. കുർബാന ചെല്ലുമ്പോൾ വൈദികൻ, ഞങ്ങൾ പോലും കുർബാന ചെല്ലുമ്പോൾ ഉപയോഗിക്കാനുള്ള കസേരയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇതൊന്നും പിതാവിൻ്റെതല്ല, പിന്നെ എന്താണ്? ലോകത്തിൻ്റെതാണ്. ഈ ലോകത്തിൻ്റേത് അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് വെയിൽ കെട്ടേണ്ടി വരുന്നത്. എങ്ങനെയാണ് വെയിൽ കെട്ടണത്? അതായത് കണ്ണിന് ദുരാശ, ശരീരത്തിന് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അപ്പം ഈ ഉടമ്പടി എടുക്കുമ്പോൾ രക്ഷപ്പെടണം. ഉടമ്പടി നമ്മളെ ശരിക്കും സംരക്ഷിക്കുകയെ. ചില അണ്ണന്മാർ ഞങ്ങൾ പറയണത് ആണ് ചെയ്യണത്, ചിലർ ഞങ്ങളെയും ഞെട്ടിച്ച് കളയും. എന്താ? ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും അവർ. പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പം, ഈ അധികമായാൽ അമൃതം വിഷമാണ്. പക്ഷെ അമൃതാണ് വിഷം, പ്രാർത്ഥന ഒരിക്കലും വിഷമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ പറയണത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു എന്ന്. എല്ലാം മടുക്കാൻ ലോകത്തിലെ, പക്ഷെ മടുത്താലും മുന്നോട്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താ? പ്രാർത്ഥനയാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പോൾ ഫിലിപ്പിയർ 4:6 എന്നാ പറയണത്? എപ്പോഴും സന്തോഷത്തിലിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ഒന്ന് പറഞ്ഞേ, ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളൂ. അപ്പം ചിന്തകളെ കാത്തുകൊള്ളണം. പിടികിടിയാ? ചിന്തകൾക്കൊരു കവറിങ് വേണം, സംരക്ഷണം വേണം. ഹൃദയത്തിന് ഒരു സംരക്ഷണം വേണം. അതിനെന്താ പരിപാടി? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നിരാശ വന്നാലും അതിനെ കർത്താവിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷമാക്കി മാറ്റണം. പരീക്ഷയ്ക്ക് തോറ്റാലും ബിസിനസ് തകർന്നാലും 80 കോടി കടമുണ്ടായാലും ശരി, എല്ലാ കടങ്ങളും ലോകത്തിൻ്റെ മൊത്തം കടങ്ങളെ കൊടുത്തു വീട്ടിയവനാണ് പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? ധൈര്യമായിരിക്കുവൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് വേണ്ടി മാത്രം പദ്ധതികളുണ്ടാവും. നീ ഇനി എന്തു ചെയ്യും? നിനക്ക് കർത്താവിൻ്റെ മനസ്സിൽ നിൻ്റെ കുടുംബം രക്ഷിക്കാനുള്ള മാർഗം വെളിപ്പെട്ട് വരുന്നത് വരെ
സങ്കീർത്തനം 143 വർക്കൗട്ട് ചെയ്യും. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നണത് വരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. എങ്ങനെ നോക്കിയിരിക്കും? ദാസൻ യജമാൻ്റെ കണ്ണുകളിലേക്ക് നോക്കണത് പോലെ നോക്കിയിരിക്കും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ കണ്ണുകൾ ഞങ്ങളെ കാണുന്നെന്ന് ദിനവൃത്താന്ത പത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. സൂര്യ തേജസ്സോടുകൂടി അവിടുത്തെ കണ്ണുകൾ ഞങ്ങളെ കാണുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറയണത്? ആ ധൂർത്തപുത്രൻ തിരിച്ചു വരത്തില്ലേ? ഇല്ലേ? അവൻ ബിസിനസ് തകർന്നാലും ശരി, സമ്പത്ത് തകർന്നാലും, കടക്കാരനായാലും അവന് തിരിച്ചു വരാൻ ഒരു വീടും ഒരു തുറന്നിട്ട വാതിലുമുണ്ട്. അവിടെ വഴിക്കണ്ണും നോക്കിക്കൊണ്ട് കാത്തിരിക്കാനൊരു അപ്പനുണ്ട്. എന്തെല്ലാം കഥകളാണ് ബൈബിൾ പറയണത്. നീ എങ്ങനെ തകർന്നാലും നിന്നെ കാത്തിരിക്കാൻ നിനക്കൊരാളുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയേറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അവൻ പറയണത് ഒന്നും കേൾക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സങ്കടപ്പെട്ട അപ്പനോട്. അപ്പാ, അങ്ങനെ പറ്റിപ്പോയി അപ്പാ, ഇങ്ങനെ പറ്റിപ്പോയി അപ്പാ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അപ്പൻ മൈൻഡ് പോലും ചെയ്യണില്ല. കറക്റ്റ് അപ്പനാ. ഇങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയി, ബുദ്ധിമോശം സംഭവിച്ചു പോയി, ഇത്തിരി ആക്രാന്തം കൂടിപ്പോയി, ഒരു സംഭവം അവൻ പറയണമെന്നും അപ്പനെ കേൾക്കണ കൂടിയില്ല. അപ്പൻ എന്നാ ചെയ്യണത്? അവനെ റീസെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ദൈവവേദലെ, നീ എത്ര തകർന്നാലും നിന്റെ അപ്പൻ നിന്നെ റീസെറ്റ് ചെയ്തിരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തി കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കുറച്ച് കാലം എന്താ തിരിച്ചു വരാനുള്ള ഒരു കാലം, അത്രയേ ഉള്ളൂ. അച്ഛൻ ഇങ്ങനെ കർത്താവിൻ്റെ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് സംസാരിക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കരുത് ഇത് കേവലമായ ഒരു സങ്കല്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ തൽക്കാലത്തേക്ക് നിലനിർത്താനുള്ള എന്തെങ്കിലും പരിപാടിയാണ്. നോ, നെവർ. എന്താ കാര്യം? ഈ അൾത്താരയിൽ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ ഓർക്കുമ്പോൾ 10,000-കണക്കിന് സാക്ഷ്യങ്ങളിൽ നിന്നാണ് എത്ര ജീവിതങ്ങളെ കർത്താവ് പത്രോസിനെ കടലിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച പോലെ എഴുന്നേൽപ്പിച്ച സ്ഥലമാണിത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ആരാധനയ്ക്ക് ഇപ്പോൾ ഈശോ നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ വേറെ ഒരാളാ രംഗത്ത് വരുന്നുണ്ട്. ആരാണത്? മൂത്ത സഹോദരൻ അല്ലേ? ധൂർത്തപുത്രൻ്റെ മൂത്ത സഹോദരൻ. അങ്ങനെക്കുറിച്ച് അതിമനോഹരമായൊരു വാക്ക് ബൈബിളിലുണ്ട്. എന്നാ കാര്യം എന്നറിയാവോ? അദ്ദേഹം ഇതിനേക്കാൾ ഭയങ്കര പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്. എന്താ കാര്യം? ഈ അനുജന് എപ്പോഴും ഭയങ്കര വിജയമാണ്. എന്താ? അവൻ എന്നാ ചോദിച്ചാലും അപ്പോഴപ്പം കിട്ടും അപ്പൻ്റെ ഇടയ്ക്ക് നിന്ന്. പണ്ട് സ്വത്ത് ചോദിച്ച് മൊത്തം കൊടുത്ത്, ഇപ്പോഴവൻ തിരിച്ചു വന്നപ്പോൾ കൊടുത്ത കാളക്കുട്ടിയെ കൊന്ന് ഉടുപ്പുണ്ടായി കൊടുത്ത് നൃത്താഘോഷമായി ഭയങ്കര അടിപൊളി. അപ്പോഴപ്പന് ഒരു ചെറിയ അപ്പന് ഓർക്കണം, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം. 2 മക്കളും പ്രാർത്ഥനയ്ക്ക് പുറകാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റവൻ പ്രാർത്ഥിക്കാണ്ടിരുന്നുള്ള ഓരോ തീരുമാനമൊക്കെ എടുത്ത് സമ്പത്തെല്ലാം തെറ്റായ തീരുമാനം കൊണ്ട് ഒരു പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടി കാശൊക്കെ പോയി. ഇവനും ഇപ്പം എന്നാ ചോദിക്കണത്? അവൻ ചോദിക്കണത് എന്താണ്? ഞാൻ വീട്ടിൽ കയറണോ വേണ്ടെന്നാണ് ചോദിക്കണത് അല്ലേ? ഞാൻ നിൽക്കണോ പോകണമെന്ന് ചോദിക്കത്തില്ലേ? കാര്യം എന്താ? എനിക്കിനിവിടെ സ്പേസ് ഇല്ല. കാര്യം എനിക്ക് അപ്പൻ്റെ കള്ളക്കളിയെല്ലാം മനസ്സിലായി. ചുമ്മാ പറ്റിപ്പാ
കുഞ്ഞുനാളെ മുതൽ എന്നെ പറ്റിക്കണതാണ്. ഓരോ കാര്യം പറഞ്ഞു. ഇന്ന് വരെ കാര്യമായിട്ടൊന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ ഇവന് വേണ്ടി എല്ലാം ചെയ്ത് അവൻ തേച്ച് കഴുകി വന്നപ്പോഴിപ്പോൾ അവൻ തന്നെ ഇവിടെ ഇപ്പോഴും പ്രിൻസായിട്ട് വിളങ്ങണത്. അവൻ തന്നെ രാജകുമാരൻ. പിന്നെ നമുക്കൊരു ഇടമില്ലാത്ത സ്ഥലത്ത് ചുമ്മാ എന്തിനാ നമ്മുടെ സമയം കളയണത്? അതിന് ബൈബിള് പറയണ വാക്കെന്താ? അവൻ വീട്ടിൽ കയറാൻ പോലും അവൻ മനസ്സ് വരാതെ എന്നാ പറയണത്. 15:28 ലൂക്കായുടെ സുവിശേഷം 15:28. അവന് വീട്ടിൽ കയറാൻ പോലും മനസ്സ് വരാതെ പുറത്ത് നിന്നാ പറയണത്. അതിൻ്റെ അവൻ അറിയാതെ ചോദിക്കണേ എന്നാ, ഞാൻ നിൽക്കണ, ഞാൻ പോണ. കാര്യം എനിക്കിവിടെ ഒരു സ്പേസ് ഇല്ല. അങ്ങനെയാണ് അവനോട് അവൻ്റെ പ്രാർത്ഥന. അതാണ് ശരിക്കും. അവൻ നിൽക്കണ പോണ. നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും നാൾ കത്തോലിക്കനായി ജീവിച്ചു, ക്രിസ്ത്യാനിയായി ജീവിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് ദുഃഖവും കണ്ണീരും മാത്രമാണ്. ഞാൻ നിൽക്കണ പോണ. ഓരോ വിശ്വാസിയും എപ്പോഴെങ്കിലും കാലത്ത് അവനോട് ചോദിച്ചുള്ള ചോദ്യമാണിത്, ഞാൻ നിൽക്കണ പോണ. കാര്യം എന്താ? പ്രാർത്ഥിക്കാത്തവർക്ക് എല്ലാ മൊഡ്യൂൾസും നല്ലവണ്ണം കവർ ചെയ്തിട്ട് അവരിപ്പോൾ കയറിപ്പോയിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് നീ കരക്ക് നിൽക്കണം, തോറ്റു തൊപ്പിയിട്ട്. ഞാൻ നിൽക്കണ പോണ. ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോ സംരംഭങ്ങൾ കഴിയുമ്പോഴും പ്രാർത്ഥനയെല്ലാം പരാജയപ്പെടുമ്പോഴും നമ്മൾ ചോദിക്കും 15:28 ഞാൻ നിൽക്കണ പോണ. എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടും. നിൻ്റെ ഈ മകൻ സ്വത്ത് വേശ്യകളുടെ കൂടെയാണ് ദൂർത്തഴിച്ചത്. ആ വിശ്വാസിയല്ല, അജ്ഞാനിയാണ്. അജ്ഞാനിയേക്കാൾ കടകട്ട ജീവിതമാണ് അവൻ ജീവിച്ചു കൂട്ടണത്. പക്ഷേ അവനെയാണ് നീ ഭൗതികമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നത്. ഞാൻ നിൽക്കണ പോണ. ഞാൻ കുഞ്ഞുനാൾ മുതൽ ചില പറയും ഞാൻ ഓട്ടർ ബോയ് ആയിരുന്നച്ചാ എന്ന് പറയും. ഞാൻ അൾത്താര ശുശ്രൂഷകനായിരുന്നതൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വന്ന് വിലപേശും. ശരിക്കും ഞാൻ നിൽക്കണോ പോണോ? ചിലപ്പോൾ നിൻ്റെയും മനസ്സ് ചിലപ്പോഴേ ഈ 15-28 വർക്ക് ചെയ്യും. അവൻ്റെ നിപ്പ് കാണുമ്പോഴേ അപ്പൻ പുറത്ത് വന്നെന്നാണ് പറയണത്, ഇല്ലേ? മകൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് പോകാൻ പോകുന്നു, വിശ്വാസത്തിൽ നിന്ന് പോകാൻ പോകുന്നു, സ്നേഹത്തിൽ നിന്ന് പോകാൻ പോകുന്നു, പ്രാർത്ഥനയിൽ നിന്ന് പോകാൻ പോകണമെന്ന് കാണുമ്പോൾ നിൻ്റെ വിടത്തില്ല നിൻ്റെ പിതാവ്. നിൻ്റെ വൈകാരികമായ സങ്കടങ്ങളുടെ ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നുവെന്ന് സങ്കീർത്തനം 139:1 പറയും. നിൻ്റെ വിശ്വാസം ഇടർന്ന് കാണുമ്പോൾ നിൻ്റെ അപ്പൻ വാതിൽ തുറന്ന് പുറത്തു വരും, കൈ അടിച്ച് കിടത്താണ്. അപ്പൻ വാതിൽ മകൻ വിശ്വാസം ഇടറിയപ്പോഴ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴ് ഞാൻ പറയും, ഈ മൂത്ത മകൻ ശരിക്കും പറഞ്ഞാൽ ദാവീദിനേക്കാൾ തകർന്നവനാണ് ബൈബിളിലെ. ആരെങ്കിലും ദൈവതിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചാൽ കൊലപാതകവും വ്യഭിചാരവും ഒന്നിച്ച് ചെയ്ത ദാവീദിനേക്കാൾ അവൻ താഴെയാണ്. എന്തെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങൾ നിനക്ക് കിട്ടിയില്ലെന്നോ കിട്ടാൻ താമസിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ കയറാൻ പോലും മനസ്സില്ലാതെ ദൈവത്തിരുസന്നിധി വിട്ടുപോകാൻ വേണ്ടി മൂത്ത മകൻ തീരുമാനിക്കുമ്പോഴാണ് അപ്പന് പുറത്തു വരേണ്ടി വരണത്. ബുദ്ധിപരമായ നീക്കം അപ്പനെ പുറത്ത് കൊണ്ടുവരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പനെ പുറത്ത് കൊണ്ടുവരാതിരുന്നതാണ് ദാവീദിൻ്റെ വിജയം. എന്താ ദാവീദ് പറഞ്ഞത്? അപ്പാ, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ശാപം മാറത്തില്ലെന്ന് നീ നാഥാനെ വിട്ട് എന്നോട് പറഞ്ഞ് അതൊക്കെ ഞാൻ ഏറ്റപ്പാ. അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൻ എന്നെ ശിക്ഷിച്ചോ, പക്ഷെ അപ്പൻ എനിക്ക് ഒരു വാക്ക് തരണം. എന്താ? നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതാണ് പ്രാർത്ഥന. മൂത്ത മകൻ ഇവിടെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ്? കൊലപാതകം ചെയ്തവനാണ്, ഉറിയായെ കൊന്നവനാണ് ദാവീദ്. പെർഷ്യബായുമായിട്ട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് ദാവീദ്. എന്നിട്ടും ദാവീദ് പോലും പറഞ്ഞില്ല ഞാൻ നിൽക്കത്തില്ല, ഞാൻ പോവുകയാണെന്ന്. മറിച്ച് ദാവീദ് പറഞ്ഞത് എന്താ? അങ്ങയുടെ തിരുസന്നിധി ഇത്രയാണ് എൻ്റെ അവസ്ഥയെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്താണ് ഞാൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, പ്രാർത്ഥനയിൽ എന്നെ
നിലനിർത്തണമേ. ഇതിനാണ് വി വാണ്ട് എ മിനിമം ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ പെന്തക്കോസ്ത് ആരംഭിക്കാൻ പോകുകയല്ലേ, എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ഉപദേശം തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് എന്നെ അങ്ങയുടെ ദരിദ്രൻ തള്ളിക്കളയരുത്, എൻ്റെ പരിപാവനെ എന്നെ എടുത്തു കളയരുതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ടുള്ള പ്രതിനിധിയെ, നമ്മുടെ പരിപാവനെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഔട്ട്. നമ്മൾ പുറത്താകും. പ്രാർത്ഥനയിൽ പുറത്താകും, വിശ്വാസത്തിൽ പുറത്താകും, ദൈവസ്നേഹത്തിൽ പുറത്താകും. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ നിന്ന് എടുത്തു കളയരുത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ അറിയുന്നു. മതിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചും ഉണ്ടായിരിക്കട്ടെ. ഇതിനെല്ലാം മറുപടിയുടെ അപ്പൻ എന്നാ പറയണത്? എൻ്റെ മകനെ, അതാണ് ലൂക്കാ 15:29-30. എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. എന്താണ്? നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് ആനുകൂല്യങ്ങൾ, ഫേവേഴ്സാണ് കിട്ടാനുള്ള സാധ്യത. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ. രണ്ടാമത്തത് ഇത് ഗോഡ് ഹിംസെൽഫ് ബൈ പേഴ്സൺ പ്രസൻസ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ. എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾ കുറയുന്നുവെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ ഫിസിക്കൽ പ്രസൻസ്, ദൈവത്തിൻ്റെ തനി സാന്നിധ്യം തന്നെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളോ ഇഫക്റ്റോ ആയിട്ടുള്ള വിഷയങ്ങൾ, അത് ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ ദൈവം കൈവിട്ടു എന്നല്ല, മറിച്ച് ആനുകൂല്യത്തെക്കാളുപരി, അനുഗ്രഹത്തെക്കാളുപരി ദൈവം തന്നെ നിന്റെ കൂടെ വസിക്കുന്നു എന്ന് കൈയടിച്ചു കണ്ടാണ്. സൈന്യത്താലല്ല കർത്താവേ, ദൈവത്തിന്റെ ആത്മശക്തിയാലാണ് കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ വിഷമതകളുടെ മേൽ. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് മുൻഗണന നിശ്ചയിച്ചപ്പോൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം പുറത്തു പോയി. അത് ദൈവം എടുത്ത് അകത്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ മുൻഗണനയിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. ദൈവത്തിൻ്റെ മുൻഗണനയിൽ ഏറ്റവും വലിയ മുൻഗണന എന്താണ്? ബൈ പേഴ്സൺ പ്രസൻസ് ആണ്. ഉടമ്പടി കഴിഞ്ഞപ്പോൾ മോസസ് പറഞ്ഞത്, ഉടമ്പടി കാലത്ത് ഉടമ്പടിയിൽ ഇരിക്കുന്ന ജനത്തിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് ഒരു കാലതാമസം വന്നപ്പോൾ മോസസ് കണ്ണീരോടെ നിന്ന് ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ജനം അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കും. ഈ സ്വന്തമാകണത് കൊണ്ടാണ് ദൈവം മോസസിനോട് പറയണത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന് ദൈവം പറയണതിന് കാരണം എന്താണ്? മോസസ് ദൈവത്തോട് പറയും, എന്ത് പറയും? ഈ ജനം ഉടമ്പടി പ്രകാരം അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർക്കണമേ എന്ന്. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തരാകും. അതാണ് 33:16 പുറപ്പാടിൻ്റെ പുസ്തകം. എന്താ കാര്യം എന്നറിയാവോ? ഫറവോൻ്റെ രാജധാനി ചെന്ന് മോസസ് എന്തടയാളം, വാട്ട് സൈൻ യു ഹാവ്, വാട്ട് ഈസ് യു ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഫറവോൻ ഈ മനുഷ്യനോട് ചോദിക്കും, നിങ്ങൾ ആരാണ് നിങ്ങളുടെ ദൈവം, എന്താണ് അടയാളം എന്ന് ചോദിക്കുമ്പോഴേ മോസസ് ഈ അംശപടി താഴെയിടും. അംശപടി താഴെയിടുമ്പോൾ എന്നാ പറ്റും? അത് പാമ്പായി മാറും ഇല്ലേ? അപ്പോഴുടനെ മന്ത്രവാദികളും വന്നിട്ട് അംശപടി താഴെയിടും, അതും പാമ്പായി മാറും. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിന് ലഭിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സ് അല്ല നമ്മൾ വ്യത്യസ്തമാക്കണത്. അത് മനസ്സിലാക്കി മോസസ് പറയും,
നിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങളല്ല ഞങ്ങളെ ഉടമ്പടി പ്രകാരം മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കണത്. ഞങ്ങൾ PSC ജയിക്കുന്നു, അവരും ജയിക്കുന്നു. ഞങ്ങൾ കച്ചവടത്തിന് ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നു, അവർക്കും കിട്ടുന്നു. ദെൻ വാട്ട് ഡിഫറൻസ്? നോ ഡിഫറൻസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? യുവർ പ്രസൻസ്, നിൻ്റെ സാന്നിധ്യമായിരിക്കണം. അതാണ് 33:16. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ, എൻ്റെ മക്കളെ, അനുഗ്രഹങ്ങൾ എത്രയോ പേർക്ക് കിട്ടുന്നുണ്ട്, ഭൗതിക ആനുകൂല്യങ്ങൾ. പക്ഷേ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ആരാണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ ദൈവത്തിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങളുടെ സമയം കുറയുകയും അനുഗ്രഹം താമസിക്കുകയും ചെയ്യുമ്പോൾ ഉടമ്പടി ഉറപ്പാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ വിഷയം വ്യക്തിയൊക്കെ വലുതാകുമ്പോഴാണ്, ആ വിഷയത്തെ അതിജീവിക്കാൻ വ്യക്തിക്ക് പറ്റാതെ വരുമ്പോഴാണ് ബൈബിൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നത്. കൈ അടിച്ചു കിടത്താണ്. ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, ചെയ്യാനിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ കൂടെ വരും. പുറപ്പാട് 14:14 ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. വരും നിതാ ഞങ്ങൾ അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അരൂപിയാൽ നിറയാൻ കവിയാൽ വരും നിതാ ഞങ്ങൾ. ഒരു 4 അടിയുള്ള എന്തോ ഏണി പോലത്തെ ഒരു സംഭവം, അതിങ്ങനെ ഭിത്തിയെ ചാരി വെച്ച് മേലോട്ടുള്ള എന്നാ പരിപാടി ചെയ്യാൻ പോകുകയായിരുന്നു. അപ്പോൾ ചവിട്ടിയപ്പോൾ ബാലൻസ് പോയിട്ട് ഇത് തെറ്റി വീണിട്ട് അസ്ഥിക്കുഴകൾക്കെല്ലാം ഡിസ്ലൊക്കേഷൻ വന്നു, അസ്ഥിക്കുഴകൾ പൊട്ടൽ വന്നു. ആ രോഗിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ പ്രാർത്ഥിക്കാൻ പറയുന്നു. രക്തസ്രാവ രോഗികളെ കർത്താവ് സ്പർശിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അടിവയറ്റ് കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലാവുന്നതാണ്. രക്തസ്രാവം കർത്താവ് ഇപ്പോഴിവിടെ വെച്ച് സുഖപ്പെടുത്തും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. സ്തുതിയുടെ കർത്താവേ, രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഉദരാശയത്തിൽ മുഴയുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. അനേക മക്കൾ നേരത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ കർത്താവേ, അനേകർക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ശരീരത്തിനും മുഴകളും ശിഷ്ടകളും യേശു ക്രിസ്തു നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കോപനീരസ വൈരാഗ്യങ്ങള് വ്യർത്ഥപേക്ഷിക്കാൻ യേശു ആവശ്യപ്പെടുന്നു. കോപനീരസ വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, പിന്നെ സ്നേഹത്തിൽ സംസാരിക്കാണ്ടിരിക്കുക. അങ്ങനെയുള്ള കോപങ്ങൾ തരം കിട്ടിയാൽ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ എല്ലാം ഉപദ്രവിക്കാൻ മനസ്സ് ചിന്ത വരിക. അങ്ങനെയുള്ള കോപനീരസ വൈരാഗ്യങ്ങൾ കർത്താവിൻ്റെ നാമത്തെ വ്യർത്ഥപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ശരീരം ഷോക്ക് കൊണ്ടോ തീ കൊണ്ടോ ഡയറക്റ്റായിട്ട് തള്ളവെല്ല് പൊള്ളിപ്പോയതിൻ്റെ പേരിൽ മാംസം അഴുകിപ്പോയിട്ടുണ്ട്. പിന്നീട് അതിന് പഴയ സ്വാധീനം വന്നു പോയിട്ടില്ല. ആ തള്ളവിരലെയും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിവാഹത്തിற்கு വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹം താമസിക്കുന്നവരൊക്കെ മനസ്സിൽ എപ്പോഴും ഓർത്ത് നിങ്ങളുടെ ജീവിത വിഷയം വാട്ട് എവർ ഇറ്റ് മേ ബി, ചിലപ്പോൾ ചില പ്രയാസങ്ങളിൽ അകപ്പെട്ട് വിവാഹം താമസിച്ച് പോകേണ്ടതാകാം. ചിലപ്പോഴത് സങ്കീർണമായ വിഷയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാകാം. വിവാഹ വേദന അനുഭവിക്കുന്നവരെ, കുടുംബജീവിതത്തിൻ്റെ പരാധീനത അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ഇപ്പോഴേ ഈ സെക്കൻഡിൽ ആ കുടുംബജീവിതത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സന്ധിച്ചിട്ട് സാക്ഷ്യം പറയാൻ സഹായിക്കും. കുടുംബജീവിതത്തിൽ സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ, അവർക്ക് വേണ്ടി നിങ്ങൾക്കറിയാവുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും പ്രാർത്ഥിക്കാവുന്നവരാണ്. മക്കളില്ലാത്തവർക്കും പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ദൈവമേ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സജ്ജനം നിറയുന്ന ഭക്ഷണം കഴിപ്പെല്ലാം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യം പോയി, ലൂസായി. ഇനിയിപ്പോൾ ഇങ്ങനെ പോകുമായിരിക്കുമോ, ഇങ്ങനെ ശോഷിച്ച് ചത്തുപോകുമായിരിക്കും എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഭക്ഷണത്തിൻ്റെ മേൽ അഭിഷേകം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞരമ്പ്, അതായത് ഇപ്പോൾ തണ്ടിയിൽ നിന്ന് താഴേക്ക് വരുന്ന ഞരമ്പുകൾ
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന പ്രിൻസിപ്പൽ വെയിൻസ്, പ്രധാനപ്പെട്ട ഞരമ്പുകളുടെ മേൽ ബ്ലോക്ക് ഉള്ളവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സൗഖ്യത്തെ നന്ദി പറയുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. നേരത്തെ പറഞ്ഞ പോലെ 6 എന്ന അക്കം, പിന്നെ 4 എന്ന അക്കം, ഇത് രണ്ടും 2 ഡേറ്റുകളാണ്. ഇതുപോലെയുള്ള ഡേറ്റുകൾ ഇതെല്ലാം ദൈവം ഇടപെടുന്ന ഡേറ്റുകളാണ്. കാര്യം നിങ്ങളുടെ ചില ഡേറ്റുകളാണിത്. ഇപ്പോൾ ഈശോ കാണിച്ചു തന്നിരിക്കുന്നത് യാത്രയുടെ ഡേറ്റാണെന്നാണ് ഇപ്പോൾ പറയണത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങൾക്കും പല ഡേറ്റുകൾ സൂക്ഷിക്കുന്നുണ്ടാകാം. വീട് വെക്കാനോ ഫൗണ്ടർ സ്റ്റോൺ പ്ലേസ് ചെയ്യാനോ ഒക്കെ ഉള്ള ഡേറ്റുകൾ, യാത്രക്കുള്ള ഡേറ്റുകൾ, എക്സാം ഡേറ്റുകൾ, ഇങ്ങനെയുള്ള ഡേറ്റുകൾ ഓർക്കുക. ക്രയവിക്രയ ഡേറ്റുകൾ, കേസ് ഡേറ്റ്, അളവ് സ്ഥലം അളവിൻ്റെ ഡേറ്റ് എല്ലാം ഓർക്കുക. ഡേറ്റ് ടൈം എല്ലാം കൃപാസനത്തിലെ പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥ ശക്തി ഡെലിവറി ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ഡേറ്റുകൾ നിങ്ങൾക്ക് ഓർക്കാം. കർത്താവെ, അങ്ങയുടെ മക്കൾ വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ ഓർക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നിൻ്റെ ഇടപെടലില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത എല്ലാ സമയസന്ധികളുടെ മേലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ, അവളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയുണ്ട്. ദൈവത്തിൻ്റെ കൃപയെന്ന് വെച്ച് സമയത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ അതിനെ ധന്യമാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച ഡേറ്റുകളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകണമേ. കർത്താവേ കർത്താവേ സുത്ര അഭിഷേകം അത്ഭുതം നടക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുവുമായി എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി പ്രകാരം പത്രം വാങ്ങിക്കാനുള്ളവർ ഈ മാസത്തെ പത്രം വാങ്ങിച്ച് അതിൻ്റെ കൂപ്പണം വാങ്ങിച്ചിട്ട് വേണം പോകാൻ. ശ്രദ്ധിക്കുക, ആ ബ്ലെസ്സിങ് കഴിഞ്ഞിട്ടില്ല. ബ്ലെസ്സിങ് എല്ലാം കഴിഞ്ഞ് ദിവ്യകുർബാനയുടെ ആശീർവാദം കഴിയുമ്പോഴേ ധ്യാനം തീരത്തുള്ളൂ. ഇപ്പോൾ അറിയിപ്പിൻ്റെ സമയമാണ്. പത്രം, ഹിന്ദി പത്രം, മലയാളം പത്രം, തമിഴ് പത്രം, കന്നഡ പത്രം, തെലുങ്ക് പത്രം, ഹിന്ദി പത്രം, ഇംഗ്ലീഷ് മാഗസിൻ, ഇംഗ്ലീഷ് പത്രം, ഇത്രയും ബഹുഭാഷാ പത്രങ്ങൾ ലഭ്യമാണ്. അതാത് ജില്ലകളിലേക്ക് പോകുന്നവരും സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരും അതാത് ഭാഷാ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രേക്ഷിത വരെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഒരു പള്ളിയിലും കൊണ്ടുപോയി പത്രം ഇട്ട് പോകരുത്. അത് നിങ്ങളുടെ പ്രവർത്തനത്തെ, നിങ്ങളുടെ ഉടമ്പടിയെ ദൈവതിരുസന്നിധിയിൽ അത് ക്യാൻസലാക്കും. കാരണം ചില അച്ഛന്മാർ പത്രം കൂടി വരുമ്പോൾ അത് റീസൈക്കിളിനും കൊടുക്കുകയാണ് കൊണ്ടുപോയി വേസ്റ്റായിട്ട്. അപ്പോൾ അവിടെ പ്രേക്ഷിത വേല നടക്കണില്ല. നിങ്ങളുടെ കാശ് പോയി, സമയവും പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം.